അയോധ്യയിൽ മലയാളിയുടെ നേതൃത്വത്തിൽ രാമായണ വാക്സ് മ്യൂസിയം ഒരുങ്ങുന്നു. യോഗി സർക്കാരുമായി ചേർന്നാണ് ശ്രീരാമന്റെ ജീവിതയാത്ര വിവരിക്കുന്ന മ്യൂസിയം സജ്ജമാകുന്നത്. അയോധ്യയിലെ രാമജന്മഭൂമിയിൽ നിന്നും കേവലം 1.5 കിലോമീറ്റർ അകലെയാണ് രാമായണ വാക്സ് മ്യൂസിയം ഒരുങ്ങുന്നത്. ഭഗവാൻ ശ്രീരാമന്റെ ഐതിഹാസികമായ ജീവിതയാത്ര ഈ മ്യൂസിയത്തിൽ ഒരുക്കുന്നു. ഇതിൽ ഏറെ ശ്രദ്ധേയമെന്നത് ഒരു മലയാളി ഈ നിർണായക പ്രോജക്റ്റിന് ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എന്നോടൊപ്പം അയോധ്യയിൽ നിന്ന് സുനിൽ വാക്സ് മ്യൂസിയത്തിന്റെ MD ആയിട്ടുള്ള സുനിൽ കാണ്ടർലൂർ തന്നെ ചേരുന്നുണ്ട്. നമസ്കാരം. ജയ് ശ്രീറാം. എന്താണ് ഈ പ്രോജക്റ്റിന്റെ ഒരു തുടക്കം? എങ്ങനെയാണ് ഇപ്പോൾ ഏത് നിലയിൽ എത്തി നിൽക്കുന്ന പ്രോജക്റ്റ്? ഇത് രാമായണ വാക്സ് മ്യൂസിയം എന്നതാണ് പ്രോജക്റ്റ്. ഞാൻ സുനിൽ കണ്ടല്ലൂർ ഫ്രം സുനിൽസ് വാക്സ് മ്യൂസിയം. സുനിൽസ് വാക്സ് മ്യൂസിയം ട്രിവാൻഡ്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കനാടയിലുണ്ട്, ബോംബെയിലുണ്ട്, ഗോവയിലുണ്ട്. ഇപ്പം നിങ്ങളുടെ 4ാമത്തെ പ്രോജക്റ്റുമായിട്ടാണ് ഞങ്ങൾ 4 മാസമായിട്ട് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇതാണ് ലൊക്കേഷൻ. ഈ കാണുന്ന ഇതാണ് ഞങ്ങളുടെ മെയിൻ മ്യൂസിയത്തിൻ്റെ ബിൽഡിങ്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറ്, ഫസ്റ്റ് ഫ്ലോറ് രണ്ടും കൂടെ ഏതാണ്ട് 15,000 സ്ക്വയർ ഫീറ്റ് ഏരിയ 2 ഫ്ലോറും കൂടെ വരും. അപ്പോൾ ഇതിനകത്താണ് രാമൻ്റെ ജീവിതകഥ. രാമൻ എങ്ങനെയായിരുന്നു, അതായത് ജനനം തൊട്ട് ഫസ്റ്റ് ഫ്രണ്ടിൽ നമുക്ക് മ്യൂസിയത്തിനകത്തുനിന്ന് ഫസ്റ്റ് തുടങ്ങുന്നത് വാൽമീകിയുടെ രാമായണം രചന മുതൽ തുടങ്ങി രാമൻ്റെ ബാല്യകാലം, രാമായണത്തിലുള്ള പ്രത്യേക സന്ദർഭങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് വാക്സിൽ കൊള്ളിക്കുകയാണ്. അയോധ്യ ഈ രാമക്ഷേത്രം എത്തുന്നതോടുകൂടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായിട്ട് പരിവർത്തനം ചെയ്യുകയാണ്. അപ്പോൾ 2.5 ഏക്കറിൽ ഇത്തരമൊരു പ്രോജക്റ്റ് തുടങ്ങുമ്പം UP സർക്കാരിൻ്റെ ഒരു സഹകരണം, പ്രത്യേകിച്ച് യോഗി സർക്കാരിനെ പറ്റി കേൾക്കുന്നത് വളരെയധികം നിക്ഷേപക സൗഹൃദ സ്വഭാവമുള്ള ഒരു സർക്കാരാണ് ഇപ്പോൾ UPയിലുള്ളതെന്നാണ്. അതുമായി ബന്ധപ്പെട്ടൊന്ന് വിശദീകരിക്കും. തീർച്ചയായിട്ടും 4 മാസത്തെ ഒരു പരിചയം എന്ന് വെച്ചാൽ ഈ നാട്ടിലെ ഞാനിപ്പോൾ, കാരണം നമ്മൾ വേറെ എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ കാരണം നമുക്ക് മെറ്റീരിയൽസ് ഒരുപാട് സംഘടിപ്പിക്കണം. അതുകൊണ്ടാണ് എല്ലാ റോഡിലും കറങ്ങുന്നുണ്ട്, എല്ലായിടത്തും പോകുന്നുണ്ട്. പിന്നെ UP ഗവൺമെൻറ്റിൻ്റെ സഹായം എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു സഹായം ഒരു വ്യക്തിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടുത്തെ ലാൻഡ് വാല്യൂ ഞാനിപ്പോൾ പറയുന്നില്ല. 2.5 ഏക്കർ സ്ഥലം അമ്പലത്തിന് 1 കിലോമീറ്റർ അടുത്തായിട്ട് ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം തുടങ്ങാൻ കൊടുക്കുക എന്ന് വെച്ചാൽ കേരളത്തിലെ നമുക്കങ്ങനെ ആലോചിക്കാൻ പോലും പറ്റത്തില്ല. വേറൊരു സംസ്ഥാനത്തിലും ആരും ചെയ്യത്തില്ല. ഇവിടെ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ, നമ്മുടെ ജെന്യൂൻ പ്രോജക്റ്റ് ആണെങ്കിൽ നമുക്കിവിടെ എന്തും ചെയ്യാം. ഇവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രഷറും നമുക്കില്ല. പബ്ലിക്കും ഇത്രയും വന്നിട്ട് ഒരു പ്രശ്നവും പബ്ലിക്കിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും നമുക്കിവിടെ ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആണ്. ഈ ഒരു ഫെസിലിറ്റി നമുക്ക് വേറൊരു സ്റ്റേറ്റിലും കിട്ടത്തില്ല. ഞങ്ങളുടെ സ്ഥലം നമ്മുടെ കേരളം പോലെയാണ് മഹാരാഷ്ട്ര, ലോണാവൽ എന്ന് പറഞ്ഞത്. അവിടെ നമുക്ക് ഈ സ്വാതന്ത്ര്യം ഇല്ല, മനസ്സിലായി? പലരും പല രീതിയിലും വരും. പക്ഷേ ഇവിടെ ഇതുവരെ അങ്ങനെയുള്ള ഒരു സംഭവമില്ല. അതുകൊണ്ട് തന്നെ, കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച രജിസ്റ്റർ ഓഫീസിൽ പോയപ്പം ഓച്ചറ പടനിലത്ത് രജിസ്ട്രാർമാർ എഴുത്തുകാരിരിക്കുന്ന പോലെ അത്രയ്ക്ക് രജിസ്ട്രേഷൻ. അതിൻ്റെ അർത്ഥം ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റിയത് നമുക്കൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. കാരണം വീട്ടുകാരിപ്പം നമ്മളെ ഫ്രീ ആയിട്ടാണ് ഇവിടെ ഇട്ടേക്കുന്നത്. വളരെ സന്തോഷം. എന്തായാലും 3 മാസം കൊണ്ട് ഈ വാക്സ് മ്യൂസിയം യാഥാർത്ഥ്യമാകും. ഒരു മലയാളിയുടെ നേതൃത്വത്തിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഏറെ അഭിമാനകരമായ ഘടകം ഒരു മലയാളി തന്നെ ഇതിന് ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ നിന്നൊക്കെ ധാരാളമായി രാമഭക്തർ അയോധ്യയിലേക്ക് ഇപ്പോൾ തന്നെ എത്തി തുടങ്ങിയിരിക്കുന്നു. എല്ലാവർക്കും ഇവിടെ എത്തി ഈ വാക്സ് മ്യൂസിയം കാണാം, ആസ്വദിക്കാവുന്നതാണ്. അയോധ്യയിൽ നിന്ന് വിവേക് നേമത്തിനൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം.